എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് LDC ബേസ് ചെയ്തുള്ള സിലബസിലെ കേരള ഭരണവും ഭരണരംഗവും എന്ന് പറഞ്ഞ ടോപ്പിക്സിലെ സംസ്ഥാന സിവിൽ സർവീസാണ് എടുക്കാൻ പോകുന്നത്. സംസ്ഥാനത്തിലെ സർവീസസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഏതാണ് ടോപ്പിക്? ഏതാണ്? കേരള ഭരണരംഗം എന്ന് പറഞ്ഞ ടോപ്പിക്സ്, അതായത് സിവിക്സിലെ സംസ്ഥാനത്തിലെ സിവിൽ സർവീസിനെ കുറിച്ചുള്ള ക്ലാസ്സസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ കേരള ഭരണവും ഭരണരംഗവും നമുക്ക് 5 മാർക്കിനാണ് LDC എക്സാമിന് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് സംസ്ഥാന സിവിൽ സർവീസ്. അപ്പം ഇതിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഡെയിലി ഇടുന്നതാണ്. അതായത് കേരളത്തിലെ ഭരണവും ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട 5 മാർക്ക് നമുക്ക് നേടണം. അതുകൊണ്ട് അതിന് ആവശ്യമായ മാക്സിമം ക്ലാസ്സസ് നമ്മൾ ഇടുന്നതാണ്. എല്ലാ സിലബസ് ബേസ് ചെയ്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ് കേരള ഭരണവും ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട 5 മാർക്ക് നേടാനുള്ള ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞു, കേരളം ഭരണരംഗം, അതായത് സിവിക്സിലെ തന്നെ സംസ്ഥാന സിവിൽ സർവീസിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട അതായത് സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും അതുപോലെ തന്നെ എന്തൊക്കെ റൂൾസ് ആണുള്ളതെന്നൊക്കെ ഉള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നൊരു മാർക്ക് വളരെ ഷുവറായിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയുന്നത് സംസ്ഥാന സിവിൽ സർവീസ്. അപ്പോൾ എന്താണ് സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്നത്? സംസ്ഥാന സർവീസിലേക്ക് ആവശ്യമായ ഉദ്യോഗസ്ഥരെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് തിരഞ്ഞെടുക്കുന്നത്. അത് നമുക്കറിയാം. സംസ്ഥാനത്തിലേക്ക് അതായത് നമ്മുടെ കേരളത്തിൽ വേണ്ട ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷനല്ലേ? അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സംസ്ഥാനത്തിലും. എല്ലാ സംസ്ഥാനത്തിലും അതാത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയറായേ? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരെ സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർ എന്ന് പറയാം. അപ്പം നമ്മളുടെ കേരളത്തിൽ അതല്ല പറഞ്ഞത് മനസ്സിലായല്ലോ. അതായത് കേരള ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം കേരള സംസ്ഥാന സർവീസ് ഉദ്യോഗസ്ഥർ എന്നാണ് പറയുന്നത്. ക്ലിയറായ? അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സിവിൽ സർവീസ് നിയമ സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെൻറ്റിനുണ്ട്. അപ്പോൾ എന്താണ് ഇത്? ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 309 പ്രകാരം. അപ്പോൾ ആർട്ടിക്കിൾ 309 പ്രകാരമാണ് കേരള സിവിൽ സർവീസ് നിയമ സേവന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം കേരള ഗവൺമെൻറ്റിനുണ്ട്. ക്ലിയറായ? അതുപോലെ തന്നെ സർക്കാർ സർവീസിലേക്കുള്ള നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവ മുൻകാല പ്രാബല്യത്തിലോ ഉടൻ പ്രാബല്യത്തിലോ നടപ്പാക്കുന്നത് നിയന്ത്രിക്കുവാൻ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന നിയമം 1968 സെപ്റ്റംബർ 17 മുതൽ കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നു. അപ്പം ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. നോട്ട് ചെയ്തോ. അപ്പോൾ എന്താണ് പറഞ്ഞത്? സർക്കാർ സർവീസിലേക്കുള്ള നിയമനം അതുപോലെ തന്നെ സേവന വ്യവസ്ഥകൾ എന്നിവ മുൻകാല പ്രാബല്യത്തിലോ ഉടൻ പ്രാബല്യത്തിലോ നടപ്പിലാക്കുന്നത് നിയന്ത്രിക്കുവാൻ ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിന് കേരള പബ്ലിക് സർവീസ് ആക്ട് 1968. അപ്പോൾ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്ന നിയമം എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 1968 സെപ്റ്റംബർ 17 മുതലാണ് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത്. അപ്പോൾ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 1968 സെപ്റ്റംബർ 17 മുതലാണ് കേരളത്തിൽ പ്രാബല്യത്തിൽ വന്നത്. ക്ലിയറായ? അടുത്തത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയും നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനവും എല്ലാ സംസ്ഥാനത്തിനും ഉണ്ടായിരിക്കും. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ അല്ല, നമ്മുടെ ഏതൊരു സംസ്ഥാനം എടുത്താലും അതിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാരായിരിക്കും? ചീഫ് സെക്രട്ടറി ആയിരിക്കും. അത് ഇന്ന് മുതൽ നിങ്ങൾ ഓർത്തിരിക്കണേ. ഏതൊരു നമ്മുടെ സംസ്ഥാനം എടുത്താലും ഏതൊരു സംസ്ഥാനത്തിലും ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അവിടുത്തെ ചീഫ് സെക്രട്ടറി ആയിരിക്കും. ആ ചീഫ് സെക്രട്ടറിയും നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ആ ചീഫ് സെക്രട്ടറിയുടെ താഴെ വരുന്ന ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്തിലെ ഭരണങ്ങളും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത്. അതായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഭരണങ്ങളും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഭരണ സംവിധാനം എല്ലാ സംസ്ഥാനത്തിനും ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സർവീസിനെ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നിങ്ങനെ 4ആയി തരംതിരിച്ചിരിക്കുന്നത്. നമുക്കറിയാം
ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 അങ്ങനെ പറയത്തില്ല, ഗ്രേഡ് 1 ഗ്രേഡ് അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സംസ്ഥാന സർവീസിനെ നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4 എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഓരോ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഇതിൽ തന്നെ ക്ലാസ് 1 അതായത് ഗ്രൂപ്പ് എ, അതുപോലെ തന്നെ ക്ലാസ് 2 ഗ്രൂപ്പ് ബി സർവീസുകൾ ഗസറ്റഡ് ആയിരിക്കും. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഗസറ്റഡ് സർവീസുകൾ ഏതൊക്കെ ക്ലാസ്സിലാണ് വരുന്നതെന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം സർവീസുകളായിരിക്കും ഗസറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം നമുക്ക് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ഗസറ്റഡ് ഓഫീസേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഗസറ്റഡ് ഓഫീസേഴ്സിന് നോൺ ഗസറ്റഡ് ഓഫീസേഴ്സിനെക്കാട്ടിലും കുറച്ചുകൂടെ അധികാരങ്ങൾ വരും. അതായത് നമുക്കറിയാം, നമ്മൾ പരീക്ഷയായാലും അല്ല നമ്മളിപ്പം എന്തെങ്കിലും ഒന്ന് അറ്റസ്റ്റ് ചെയ്യിക്കാൻ തന്നെ എവിടെയാണ് പോകുന്നത്? ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥന് മുമ്പിലല്ലേ പോകുന്നത്. അപ്പം നോൺ ഗസറ്റഡ് ഒരു ഗവൺമെൻറ് ജോലിക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് ഗസറ്റഡ് ആവത്തില്ല. അത് ഗസറ്റഡ് ഓഫീസേഴ്സ് തന്നെ ഒപ്പിട്ടാലേ അതൊരു അറ്റസ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗസറ്റഡ് ഉദ്യോഗസ്ഥന് അതിൻ്റേതായ അധികാരങ്ങളും കാര്യങ്ങളും നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥനെക്കാട്ടിലും കൂടുതലായിട്ട് ഉണ്ട്. ഞാനൊരു ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ അധികാരങ്ങൾ നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ അധികാരങ്ങളെക്കാട്ടിലും കൂടുതലാണ്. അത് ക്ലിയറായി? അടുത്ത് പറയുന്നത് 1951 ഇമ്പോർട്ടൻ്റ് ആണ്. 1951 അഖിലേന്ത്യാ സേവന നിയമപ്രകാരം IAS, IPS, IFS എന്നിവയിലെ സീനിയർ പോസ്റ്റുകളുടെ നിയമനത്തിൽ 33.4% അധികം വരാതെ സംസ്ഥാന സർവീസുകളിൽ നിന്ന് പ്രമോഷനിലൂടെ നടത്തേണ്ടതാണ്. അതായത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാനത് വിശദീകരിക്കാം. 1951 അഖിലേന്ത്യാ സേവന നിയമപ്രകാരം IAS, IPS, IFS എന്നിവയിലെ സീനിയർ പോസ്റ്റുകളിലെ നിയമനത്തിൽ 33.4% അധികം വരാതെ സംസ്ഥാന സർവീസുകളിൽ നിന്നും പ്രമോഷനുകളിലൂടെയും നടത്തേണ്ടതാണ്. അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പം 2 തരത്തിലുള്ള, ഇപ്പം പോലീസിൻ്റെ കേസ് എടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പം ഒരാൾ SI ആയിട്ട് കയറി, DSP ആയിട്ട് CA ആയിട്ട് കയറി, DSP ആയിട്ട് കയറി, അങ്ങനെ അവിടുന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതി SP ആവുന്ന ഒരാളും, അങ്ങനെ SP ആവുന്ന ഒരാളും ഉണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് IPS കയറുന്ന ഒരാൾ SP ആവുന്നൊരു സിറ്റുവേഷനും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് 1951 അഖിലേന്ത്യാ സേവന നിയമപ്രകാരം IAS, IPS, IFS എന്നിവയിലെ സീനിയർ പോസ്റ്റുകളുടെ നിയമനത്തിൽ 33.4% അധികം വരാതെ സംസ്ഥാന സർവീസുകളിൽ നിന്നും പ്രമോഷനുകളിലൂടെ നടത്തേണ്ടതാണ്. അപ്പം 33.4% അധികം വരാതെ തന്നെ വേണം, അല്ലാതെ സംസ്ഥാന സർവീസുകളിൽ നിന്നും പ്രമോഷനുകളിലൂടെ നടത്തേണ്ടതാണെന്നാണ് പറയുന്നത്. ക്ലിയറായി? അടുത്തത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പം നമുക്കറിയാമല്ലോ, ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതൊരു കോർപ്പറേഷൻ എടുത്താലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന് IAS കാരനായിരിക്കും, അല്ലെങ്കിൽ IAS കാരനായിരിക്കും. അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരിക്കും ഏതൊരു ബോർഡ് എടുത്താലും ഏതൊരു ഇതെടുത്താലും അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലപ്പത്തിരിക്കുന്നതാണ് ഞാൻ പറയുന്നത് വരുന്നത്. അപ്പോൾ നമുക്ക് ബെവ്കോ എടുത്താൽ ബെവ്കോയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇവിടെ. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടതാണ് ഇന്ത്യൻ സിവിൽ സർവീസ്. ക്ലിയർ ആയത്? അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ഇമ്പോർട്ടൻ്റ് ആണ്, കോൺവാലിസ് പ്രഭു ആണ്. അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭു. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? കോൺവാലിസ് പ്രഭു. മറക്കല്ലേ, കോൺവാലിസ് പ്രഭു ആണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. രണ്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോലെ. അപ്പം ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭുവും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലും. അപ്പം ഇങ്ങനെ ഓർത്ത് വെച്ചോ, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭു. അത് ക്ലിയറായി? ഇന്ത്യ മുഴുവനും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ്. അതിന് മുമ്പിൽ ഒരു ഓളൂടെ വരുമ്പോൾ ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ. മുൻപിൽ ഒരു ഓൾ ഇന്ത്യ വരുവാണെങ്കിൽ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് എന്ന് പറയുവാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലും, ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് പറയുവാണെങ്കിൽ കോൺവാലിസ് പ്രഭു. മറക്കല്ലേ, രണ്ടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയല്ലോ. ഓൾ ഇന്ത്യ ആകുമ്പോൾ സർദാർ വല്ലഭായ് പട്ടേലും, അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് ചോദിക്കുവാണെങ്കിൽ കോൺവാലിസ് പ്രഭു, ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേലും.
മാറല്ലേ. ഓൾ ഇന്ത്യ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് വെച്ചങ്ങ് ഓർത്ത് വെച്ചു ഓൾ ഇന്ത്യ. നമ്മളൊരു അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിയുമ്പോഴേ നമ്മളൊരു ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം നമ്മൾ കറക്റ്റായിട്ട് ഇതായത്. അതിന് മുമ്പേ നമ്മൾ ഇന്ത്യൻ സർവീസിൻ്റെ സിവിൽ സർവീസിൻ്റെ പിതാവ് എന്ന് പറയുമ്പോൾ കോൺവാലിസ് പ്രഭു. നമ്മൾ എല്ലാവരും നമ്മൾ ഇന്ത്യക്കാർ ആവുമ്പോഴാണ് ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ വരുന്നത്. ക്ലിയറായി? അതുപോലെ തന്നെ സിവിൽ സർവീസ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 21 മറക്കല്ലേ. ഇതും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഈ 3 പോയിൻറ്റും ഇനി പറയുന്നതെല്ലാം നമുക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതായത് സിവിൽ സർവീസ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 21 മറക്കല്ലേ. സിവിൽ സർവീസ് ദിനം എന്നാണ് ഏപ്രിൽ 21. ഏപ്രിൽ 21 സിവിൽ സർവീസ് ദിനം. അതുപോലെ തന്നെ ഇന്ത്യൻ ഫോറിൻ സർവീസിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ IFS ആണ്. ഇന്ത്യൻ ഫോറിൻ സർവീസിൻ്റെ ദിനം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 9 ഇന്ത്യൻ ഫോറിൻ സർവീസിൻ്റെ ദിനം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇത് 4 പോയിൻറ്റും ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവ് കോൺവാലിസ് പ്രഭു, ഓൾ ഇന്ത്യ സിവിൽ സർവീസിൻ്റെ പിതാവ് സർദാർ വല്ലഭായ് പട്ടേൽ, സിവിൽ സർവീസ് ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 21, ഇന്ത്യൻ ഫോറിൻ സർവീസ് ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 9. ക്ലിയറായി? നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. നമ്മളെല്ലാം കേട്ട് കാണും, ഒരുപാടുപ്പെട്ട നമ്മളെ കൂട്ടുകാരെല്ലാം എഴുതിയൊരു എക്സാം കൂടിയാണ് KAS, അതായത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതായത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. അതായത് നമ്മുടെ IASന് സമാനമായൊരു ഇതാണ്. അതായത് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായ കേരളത്തിലെ ഒരു രൂപമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയറായോ? നമ്മുടെ KAS നിലവിൽ വന്നത് 2018 ജനുവരി 1 മറക്കല്ലേ. KAS നിലവിൽ വന്നത് എന്നാണ് 2018 ജനുവരി 1 KAS നിലവിൽ വന്നത്. അതുപോലെ തന്നെ KAS തിരഞ്ഞെടുക്കുന്ന ആരാണ്? നമ്മൾക്കറിയാം കേരള രൂപം എന്ന് പറയുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായ കേരള രൂപമാണ് KAS എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലൊരു നിയമനം നടക്കണമെങ്കിൽ എങ്ങനെ വേണം? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വേണം, നമ്മുടെ KPSC വേണം, PSC വേണം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ KASലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയറായ? അപ്പോൾ KAS രൂപീകരിക്കാനിടയായ നിയമങ്ങൾ, ഇത് ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. KAS രൂപീകരിക്കാനിടയായ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, അതുപോലെ തന്നെ കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. അപ്പോൾ ഇത്ര ഒന്നുകൂടെ ഞാൻ പറയാം. ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായ കേരള രൂപമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതായത് KAS നിലവിൽ വന്നത് 2018 ജനുവരി 1. അതുപോലെ തന്നെ KASലെ നിയമനം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്. അതുപോലെ തന്നെ KAS രൂപീകരിക്കാനിടയായ നിയമങ്ങൾ ഏതൊക്കെയാണ്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968, അതുപോലെ തന്നെ കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963. 2 ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കല്ലേ. കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 കേരള സിവിൽ സർവീസ് സ്പെഷ്യൽ റൂൾസ് 1963 ആണ് KAS രൂപീകരിക്കാനിടയായ നിയമങ്ങൾ, മറക്കല്ലേ. അതുപോലെ തന്നെ കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്പെഷ്യൽ റൂള് 2017 രൂപം നൽകിയത്. അപ്പോൾ എന്താണ് പറഞ്ഞത്? കേരള പബ്ലിക് സർവീസ് ആക്ട് 1968 സെക്ഷൻ 2(1) അടിസ്ഥാനപ്പെടുത്തിയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്പെഷ്യൽ റൂൾ 2017 രൂപം നൽകിയത്. ക്ലിയറായ? അതുപോലെ തന്നെ സംസ്ഥാന സർവീസിലേക്ക് ഗ്രൂപ്പ് എ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് പരീക്ഷ. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ വരുന്നത് ഗ്രൂപ്പ് എയിലെയാണ്. അതിന് താഴെ ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, അങ്ങനെയാണ് ഒരു ഒരു പവർ വരുന്നത്. അതായത് ഉയർന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും ഗ്രൂപ്പ് എയും അതിന് താഴെ ഗ്രൂപ്പ് ബിയും, ഗ്രൂപ്പ് സിയും, ഗ്രൂപ്പ് ഡിയും. നിങ്ങളൊരു അറിവിന് വേണ്ടി ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി. അപ്പം സംസ്ഥാന സർവീസിലെ ഗ്രൂപ്പ് എ നമ്മൾ പറഞ്ഞു. KAS എന്ന് പറയുമ്പം ഇന്ത്യൻ സിവിൽ സർവീസിന് സമാനമായ കേരള രൂപമാണ്. അപ്പം കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയായിരിക്കും KAS നടത്തുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർവീസിലെ ഗ്രൂപ്പ് എ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയാണ് KAS. ക്ലിയറായ? അതുപോലെ തന്നെ ആദ്യ പരീക്ഷ നടന്നത് 2020. അപ്പോൾ 2020 ആദ്യ പരീക്ഷ നടന്നത്. രണ്ടാമത്തെ പരീക്ഷ നടന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വരുമെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ആട്ടെ, ആദ്യ പരീക്ഷ നടന്നത് KAS ആദ്യ പരീക്ഷ നടന്നത് 2020. അതുപോലെ തന്നെ KAS എന്ന ആശയം മുന്നോട്ട് വെച്ചത് 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. അപ്പം 3ാം ഭരണപരിഷ്കാര കമ്മീഷനാണ് KAS എന്ന
ആശയം മുന്നോട്ട് വെച്ചത് മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. അപ്പോൾ KS എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷനാണ്. അതുപോലെ തന്നെ നിങ്ങളോട് എനിക്കൊരു ചോദിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ, മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? നിങ്ങൾ ചെയർമാൻ ആരാണ്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ. മൂന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ആര് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടർ. നമുക്കറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ചീഫ് സെക്രട്ടറിയും ജില്ലാ കളക്ടറുമാണ് വരുന്നത്. ക്ലിയർ ആയി? അടുത്ത ഇനി നമ്മൾ KSനെ കുറിച്ച് നമ്മൾ ഇത്രയാണ് നമുക്ക് പഠിക്കേണ്ടത്. അതായത് LDC ആയിട്ട് ബന്ധപ്പെട്ട സിലബസ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ചീഫ് സെക്രട്ടറി. ഞാൻ പറഞ്ഞു, ഏതൊരു സംസ്ഥാനം എടുത്താലും ആ സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറി ആയിരിക്കുമെന്ന്. അതായത് ചീഫ് സെക്രട്ടറി ആയിരിക്കുമെന്ന്. അപ്പം നമുക്ക് എന്താണ് ചീഫ് സെക്രട്ടറി നോക്കാം. ചീഫ് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ചീഫ് സെക്രട്ടറിമാരെ തിരഞ്ഞെടുക്കുന്നത്. ക്ലിയർ ആയേ? അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, കേരളത്തിലെ മാത്രമല്ല ഏതൊരു സംസ്ഥാനവും യൂണിയൻ ടെറിട്ടറി എടുത്താലും അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് വരുന്നത്. എല്ലാ സംസ്ഥാനത്തിലും ഉയർന്ന ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയാണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ചീഫ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ പൊതുവെ ഇന്ത്യ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായ IAS ഓഫീസർമാരാണ്. അപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് പൊതുവെ ഏത് റാങ്കിലാണ് വരുന്നത്? ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്, നോട്ട് ചെയ്ത് വെച്ചോ. സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ പൊതുവെ ഇന്ത്യ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായ IAS ഓഫീസർമാരാണ്. അപ്പോൾ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർ പൊതുവെ എങ്ങനെയാണ്? ഇന്ത്യ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായ IAS ഓഫീസറാണ്. അപ്പം സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെ റാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെൻറ് സെക്രട്ടറിയുടെ റാങ്കിന് തുല്യമായ IAS ഓഫീസർമാരാണ് ഈ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. ക്ലിയർ ആയ? കൂടാതെ തന്നെ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 23-ാം സ്ഥാനത്ത്, ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 23-ാം സ്ഥാനത്ത്. അതായത് ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസ് എന്ന് പറയുമ്പം നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഇതാണ് പറയുന്നത്, റാങ്കും പദവിയാണ് പറയുന്നത്. അതിൽ ഇന്ത്യൻ ഓർഡർ ഓഫ് പ്രസിഡൻസിൽ 23-ാം സ്ഥാനത്താണ് ചീഫ് സെക്രട്ടറി എന്ന ഇത് വരുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവനാണ് ചീഫ് സെക്രട്ടറി. അപ്പോൾ സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവൻ കൂടിയാണ് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ സംസ്ഥാന സിവിൽ സർവീസിൻ്റെ തലവനാണ് നമ്മുടെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനായി ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? സംസ്ഥാന ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനായി ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഇപ്പോൾ നമ്മൾ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും എല്ലാം കാണും, പക്ഷേ അവർ ഓരോ പദ്ധതികളും കാര്യങ്ങളും അതിൻ്റെ ഒരു ഇത് പറഞ്ഞു കൊടുക്കും. അത് എങ്ങനെ നടപ്പാക്കണം, ഏതുവഴി നടപ്പാക്കണം, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പാക്കണം, അതിൻ്റെ എല്ലാ കാര്യങ്ങൾ എല്ലാം തീരുമാനിക്കുന്നതും കാര്യങ്ങളെക്കുറിച്ച് പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ പ്രാബല്യത്തിൽ വരുന്നതും അതൊരു ഇതിലാക്കി വരുന്നതും ഒക്കെ ചീഫ് സെക്രട്ടറിയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഉപദേശകനായിട്ട്. അപ്പോൾ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് വളരെയധികം ടോപ്പ് മോസ്റ്റ് പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്ന ഏതൊരു പദ്ധതി ആയിക്കോട്ടെ, ഏതൊരു തീരുമാനമായിക്കോട്ടെ, അതിൻ്റെ ഒരു ഉപദേശകനായിട്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നു എന്നതാണ്. ഓരോ പദ്ധതിയും നമ്മുടെ ജനപ്രതിനിധികളായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ആവട്ടെ, ഓരോ പദ്ധതിയും ഗവൺമെൻറ് കൊണ്ടുവരുന്ന ഓരോ പദ്ധതിയും അത് എങ്ങനെ നടത്തണം, എങ്ങനെ ഉദ്യോഗസ്ഥ തലത്തിൽ അത് താഴെ തട്ടിലൊക്കെ എത്തും എന്നുള്ള കാര്യങ്ങളെല്ലാം ഉദ്യോഗസ്ഥ തലത്തിൽ നോക്കുന്നത് ചീഫ് സെക്രട്ടറിയാണ്. മനസ്സിലായി? അപ്പം സംസ്ഥാന ഭരണത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഖ്യമന്ത്രിയുടെ പ്രധാന ഉപദേശകനായി ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയ? ചീഫ് സെക്രട്ടറിയെ ഭരണത്തിൽ ഒരു ലിഞ്ച് പിൻ ആയി കണക്കാക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ചീഫ് സെക്രട്ടറി എന്താണ്? ചീഫ് സെക്രട്ടറിയെ ഭരണത്തിൽ ഒരു ലിഞ്ച് പിന്നായി കണക്കാക്കുന്നു. അപ്പം ചീഫ് സെക്രട്ടറിയെ ഭരണത്തിൽ ഒരു ലിഞ്ച് പിന്നായി കണക്കാക്കുന്നു. ക്ലിയർ ആയ? അതുപോലെ തന്നെ സംസ്ഥാന സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനുമായി പ്രവർത്തിക്കുന്നു. അപ്പം സംസ്ഥാന സിവിൽ സർവീസ് ബോർഡിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാനും ആയും നമ്മുടെ ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയറായ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് ഇനി കുറച്ച് പോയിൻ്റ് കൂടെ പറയാനുണ്ട്. അതായത് കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരാണ് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. NES രാഘവനാചാരി 1956 മുതൽ 1960 വരെ കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി ആരാണ്? NES രാഘവനാചാരി 1956 മുതൽ 1960 വരെ. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രൻ. അപ്പം കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി ആരാണ്? പത്മ രാമചന്ദ്രൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണ്? ചീഫ് സെക്രട്ടറി ആരാണ്?
ലിസി ജേക്കബ്. അപ്പോൾ മൂന്നാമത്തെ വനിത ആരാണ്? നീല ഗംഗാധരൻ. അതുപോലെ തന്നെ നിലവിലത്തെ ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, വി വേണുവാണ് നിലവിലത്തെ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, കേരളത്തിലെ ആദ്യ ചീഫ് സെക്രട്ടറി NES രാഘവനാചാരി, കേരളത്തിലെ ആദ്യ വനിതാ ചീഫ് സെക്രട്ടറി പത്മ രാമേന്ദ്രൻ, രണ്ടാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി ലിസി ജേക്കബ്, മൂന്നാമത്തെ വനിതാ ചീഫ് സെക്രട്ടറി നീല ഗംഗാധരൻ. ഇവ 3 വനിതകളാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാണ്? വി വേണുവാണ് നിലവിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ നമ്മൾ ചീഫ് സെക്രട്ടറിയെ കുറിച്ച് ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്തത് നമ്മൾ ജില്ലാ കളക്ടറെ പറ്റിയാണ് പറയുന്നത്. ജില്ലാ കളക്ടർ നമുക്കറിയാം സംസ്ഥാനത്തിലെ വെച്ച് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇതാണ്. അപ്പോൾ ഒരു ജില്ലയിൽ ചീഫ് സെക്രട്ടറിയാണ് വരുന്നത്, അതുപോലെ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരായിരിക്കും? ജില്ലാ കളക്ടറാണ് ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടർ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ജില്ലാ കളക്ടർ. അപ്പോൾ നമുക്കറിയാം. അപ്പോൾ സമാധാനം, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, സമാധാനം എങ്ങനെയാണ് ജില്ലാ കളക്ടർ ചെയ്യുന്നതെന്ന്. അപ്പം അതിനൊരു ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒന്നും എടുക്കല്, ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമല്ലേ, ഇലക്ഷൻ റിസൾട്ട് വരുമ്പം വടകരയിൽ നിരോധാജ്ഞ എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അതായത് എല്ലാ സർവകക്ഷി യോഗങ്ങളും, അതായത് അവിടെ പൊളിറ്റിക്കലി അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാൻ ചാൻസ് കൂടുതലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇപ്പം നമ്മുടെ ഒരു ജില്ലയിൽ ഇപ്പം അക്രമങ്ങളും കാര്യങ്ങളും ഒക്കെ പാർട്ടിപരമായിട്ടായാലും എന്തെങ്കിലും മതപരമായിട്ടായാലും എന്തെങ്കിലും നടക്കുമ്പോൾ ആ ഒരു സമാധാന യോഗം വിളിക്കുന്നത്, അതായത് സർവകക്ഷി യോഗം വിളിക്കുന്നത്, അധ്യക്ഷത വഹിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രമസമാധാനം നശിക്കുമ്പോൾ അവിടെ ഒരു സർവകക്ഷി യോഗം വിളിച്ച് സമാധാനവും സുസ്ഥിരവും എല്ലാം നിലനിർത്തുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ ആ ഒരു ഇത് വെച്ചങ്ങ് ഓർത്ത് വെച്ചോ. സമാധാനം ഒക്കെ സർവകക്ഷി യോഗത്തിനായി സമാധാനം കാര്യങ്ങളും എല്ലാം വിളിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അത് വെച്ച് ഓർത്ത് വെച്ചോ. ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ജില്ലാ കളക്ടർ. അപ്പോൾ അത് വെച്ചൊക്കെ ഓർത്ത് വെച്ചോ. സമാധാനം സർവകക്ഷി യോഗം എല്ലാം വിളിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അടുത്തത് കളക്ടറെ തിരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷയാണ് സിവിൽ സർവീസ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ ഒരാൾക്ക് കളക്ടറായിട്ട് നിയമിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കളക്ടറെ തിരഞ്ഞെടുക്കുന്നതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത സർവകലാശാല ബിരുദം, അതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ജില്ലയുടെ ഭരണ നേതൃത്വം വഹിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറഞ്ഞതാണ്. ജില്ലയുടെ ഭരണ നേതൃത്വം വഹിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അതുപോലെ തന്നെ ജില്ലാ കളക്ടർ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥന് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജില്ലാ കളക്ടർ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥന് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം ജില്ലാ കളക്ടർ പദവി വഹിക്കുന്ന ഉദ്യോഗസ്ഥന് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. ക്ലിയർ ആയോ? അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് ഈ ജില്ലാ കളക്ടർ. അപ്പം വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ ജില്ലാ കളക്ടർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായത് ആരാണ്? ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ചൂരായി കണാരൻ. അപ്പോൾ ചൂരായി കണാരനാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടറായി നിയമിതനായത്. ചൂരായി കണാരൻ 1859 കേരളത്തിലെ ദക്ഷിണ മലബാർ മേഖലയിലാണ് ചൂരായി കണാരൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് നിയമിതനായത്. 1859 ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തത് ഭൂപരിഷ്കരണം, ഇലക്ഷന്, റവന്യൂ, റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. നല്ലൊരു പോയിന്റാണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ്? ഭൂപരിഷ്കരണം, ഇലക്ഷന്, റവന്യൂ, റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. ക്ലിയർ ആയ? ഡെപ്യൂട്ടി കളക്ടറാണെന്ന് മനസ്സിലായ? ഡെപ്യൂട്ടി കളക്ടറുടെ ജോലി എന്താണ്? ഭൂപരിഷ്കരണം, ഇലക്ഷന്, റവന്യൂ, റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. അടുത്തത് ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സബ് കളക്ടർ അഥവാ RDO. അപ്പം ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളിലെ
രണ്ടും തമ്മിൽ തെറ്റിപ്പോലെ ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സബ് കളക്ടർ ഓർ RDO. അതുപോലെ തന്നെ ഭൂപരിഷ്കരണം, ഇലക്ഷന്, റവന്യൂ റിക്കവറി, ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാണ് ഡെപ്യൂട്ടി കളക്ടർ. അത് നമ്മൾ മനസ്സിലാക്കി, അത് പഠിച്ചു. അതുപോലെ തന്നെ ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാണ് സബ് കളക്ടർ ഓർ RDO. RDO എന്ന് പറഞ്ഞാൽ എന്താണ്? RDO എന്നതിൻ്റെ മുഴുവൻ പേരാണ് റവന്യൂ ഡിവിഷൻ ഓഫീസർ. റവന്യൂ ഡിവിഷൻ ഓഫീസർ മറക്കല്ലേ, ചിലപ്പോൾ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ പരീക്ഷയ്ക്ക് ചോദിച്ചെന്നിരിക്കും. അപ്പോൾ RDO എന്നതിൻ്റെ മുഴുവൻ പേരെന്താണ്? റവന്യൂ ഡിവിഷൻ ഓഫീസർ. റവന്യൂ ഡിവിഷൻ ഓഫീസർ. അപ്പം ജില്ലാ കളക്ടറെ കുറിച്ച് നമുക്ക് ഇത്രയുമാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം പോയിൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ട് ഞാൻ കരുതുന്ന കുറേ പോയിൻറ്റ്സാണ് നമ്മൾ എടുത്തത്. അപ്പം നന്നായിട്ട് പഠിച്ചാൽ മതി, നല്ല രീതിയിൽ പഠിച്ചാൽ മതി. നമ്മൾ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടറെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് പോയിൻറ്റ്സും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പ്രതീക്ഷയുള്ള പോയിൻറ്റ്സ് എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്താണ്. സെക്രട്ടേറിയറ്റിലാണ് ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത്. അതായത് കേരള സംസ്ഥാനത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അതായത് ഉദ്യോഗസ്ഥ തലത്തിലും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മറ്റു മന്ത്രിമാരും എല്ലാവരും ഇരിക്കുന്നത് സെക്രട്ടേറിയറ്റ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് നമ്മൾ ഭരണസിതാ കേന്ദ്രം എന്നുള്ള സെക്രട്ടേറിയറ്റാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് നമ്മൾ ഓരോ സമരങ്ങൾ ഓരോരുത്തരും, നിങ്ങൾ തിരുവനന്തപുരത്ത് പോയവർക്കറിയാം, എന്ന് പോയാലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരങ്ങൾ കാണും. കാരണം എന്താണ്? സെക്രട്ടേറിയറ്റാണ് ഭരണസിരാ കേന്ദ്രം. അതുകൊണ്ടാണ് അവിടെയാണ് മുഖ്യമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരും എല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സമരം ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും, ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയും എല്ലാ അംഗങ്ങളുടെയും ഓഫീസുകൾ, അപ്പം മുഖ്യമന്ത്രിയുടെയും ബാക്കിയുള്ള മന്ത്രിമാരുടെയും എല്ലാ ഓഫീസുകളും, അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി, സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ തലപ്പത്തുള്ള വിവിധ റാങ്കിലുള്ള സെക്രട്ടറിമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ അംഗങ്ങളുടെ ഓഫീസുകളും സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ്. അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറി, സെക്രട്ടേറിയറ്റ് വകുപ്പിലെ തലപ്പത്തുള്ള വിവിധ റാങ്കിലുള്ള സെക്രട്ടറിമാർ എന്നിവർ ഉൾപ്പെടുന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ന് പറഞ്ഞാൽ. ക്ലിയറായി? ഭരണസിരാ കേന്ദ്രം എന്ന് പറയും. അപ്പം നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം, എത്രയാണ്? 44. മറക്കല്ലേ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 44 വകുപ്പുകളാണ് നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വകുപ്പുകളുടെ എണ്ണം. ഈ 44, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 44 വകുപ്പുകളിൽ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള 42 വകുപ്പുകൾ അറിയപ്പെടുന്നത് ഭരണ വകുപ്പ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 44 വകുപ്പുകളാണ് നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ളത്. മറക്കല്ലേ, ഓർത്തിരുന്നോളൂ, 44 വകുപ്പുകളാണ് നിലവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 44. അതുപോലെ തന്നെ ഈ 44 വകുപ്പുകളിൽ ധനകാര്യ വകുപ്പ്, അതുപോലെ തന്നെ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള 42 വകുപ്പുകളും അറിയപ്പെടുന്നത് ഭരണ വകുപ്പ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയറായി? അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറിമാരെന്ന് പറയുന്നത്. അപ്പോൾ സെക്രട്ടറിമാരെന്ന് പറയുന്നത് എന്താണ്? വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരെ പൊതുവെ പറയുന്ന പേരാണ് സെക്രട്ടറിമാർ. അതായത് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയ പദവി വഹിക്കുന്ന ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരാണ്? IAS കേഡർമാരാണ്. അതായത് സിവിൽ സർവീസ് പാസ്സായ ആൾക്കാരാണ് വരുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറി സെക്രട്ടറി, അതുപോലെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി തുടങ്ങിയൊക്കെ പദവി വഹിക്കുന്ന ആരാണ്? ഏത് വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരാണ്? IAS കേഡർമാരാണ് സെക്രട്ടറി, അഡീഷണൽ സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന പദവിയൊക്കെ വഹിക്കുന്നത്. ക്ലിയറായി? അതുപോലെ തന്നെ സ്പെഷ്യൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ അഡീഷണൽ സെക്രട്ടറിമാർ, ജോയിൻറ്റ് സെക്രട്ടറിമാർ, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ, അണ്ടർ സെക്രട്ടറിമാർ, സെഷൻ ഓഫീസർമാർ എന്നിവർ ഇവരെ സഹായിക്കുന്നു. അപ്പം ഇവരെ സഹായിക്കാനായിട്ട് ആരൊക്കെയാണുള്ളത്? സ്പെഷ്യൽ സെക്രട്ടറിമാരുണ്ട്, അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്, ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട്, അതുപോലെ തന്നെ ഡെപ്യൂട്ടി സെക്രട്ടറിമാരുണ്ട്, അണ്ടർ സെക്രട്ടറിമാരുണ്ട്, അതുപോലെ തന്നെ സെഷൻ ഓഫീസേഴ്സ് ഉണ്ട്. എന്നിവരൊക്കെയാണ് ഈ IAS കേഡർമാരെ സഹായിക്കാൻ ഉള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ ഭരണനിർവഹണത്തിന് കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയാണ് ഭരണ നവീകരണം. അപ്പോൾ ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമിന് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഭരണ നവീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണ നിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും അതുപോലെ തന്നെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടിയാണ് ഭരണ നവീകരണം എന്ന് പറയുന്നത്. ക്ലിയറായി?
അടുത്ത് നമ്മൾ സെക്രട്ടേറിയറ്റിനെ കുറിച്ച് അത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് മാനുവൽ. അപ്പോൾ എന്താണ് സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ന് പറയുന്നത്? സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മാർഗ്ഗരേഖ. അപ്പം സെക്രട്ടേറിയറ്റ് മാനുവൽ എന്ന് പറയുമ്പോൾ ഞാൻ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മാർഗ്ഗരേഖയാണ് സെക്രട്ടേറിയറ്റ് മാനുവൽ. അപ്പോൾ സെക്രട്ടേറിയറ്റ് മാനുവൽ ഉപയോഗിച്ചാണ് സെക്രട്ടേറിയറ്റിലെ നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റിലെ ഓഫീസ് നടപടിക്രമങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്ന മാർഗ്ഗരേഖയാണ് ഈ സെക്രട്ടേറിയറ്റ് മാനുവൽ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയ വർഷം ഏതാണ്? 1957. അപ്പോൾ 1957 സെക്രട്ടേറിയറ്റ് മാനുവൽ പുറത്തിറക്കിയത്. അതായത് തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെയും മദ്രാസ് സംസ്ഥാനത്തിൻ്റെയും ഓഫീസ് മാനുവൽ സംയോജിപ്പിച്ചാണ് കേരള സെക്രട്ടേറിയറ്റ് ഓഫീസ് മാനുവൽ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ ഇത്രയുമാണ് സെക്രട്ടേറിയറ്റ് മാനുവലെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിൻറ്റ്സ്. പുറത്തിറക്കിയ വർഷം 1957. അടുത്തത് സെക്രട്ടേറിയറ്റ് മാനുവലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത് റവന്യൂ ഗൈഡ്. അപ്പം സെക്രട്ടേറിയറ്റ് മാനുവൽ പറഞ്ഞു, അടുത്തത് റവന്യൂ ഗൈഡ്. അപ്പോൾ എന്താണ് റവന്യൂ ഗൈഡ്? റവന്യൂ ഗൈഡ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയത്തില്ല. ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നതാണ് നമ്മളൊരു എക്സാം ഗൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യാനുള്ള ഗൈഡല്ലേ. അതുപോലെ തന്നെ റവന്യൂ ഗൈഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റവന്യൂ വകുപ്പിൽ കാലികമായി വരുത്തുന്ന ഭേദഗതികളും പുതുതായി നിർമ്മിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകം. അപ്പം ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഴികാട്ടി എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതായത് എക്സാം ഗൈഡ് ഓരോ വർഷം നമുക്ക് ഓരോ എക്സാമിനും ഓരോ ഗൈഡുകളാണ് പുതിയതായിട്ട് ഇറക്കുന്നത്. അതായത് എന്താണ് നമ്മുടെ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഞാനത് എക്സാമ്പിളായിട്ട് പറയാം. ഓരോ വർഷം ഓരോ എക്സാമിനും ഓരോരോ ഗൈഡുകളാണ്. കാരണം എന്താണ്? സിലബസ് എൻലാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുതിയ ഗൈഡുകളാണ്. അത് തന്നെയാണ് ഈ റവന്യൂ ഗൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് റവന്യൂ വകുപ്പിൽ കാലികമായി വരുത്തുന്ന ഭേദഗതികളും പുതിയതായി നിർമ്മിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പുറത്തിറക്കുന്ന പുസ്തകമാണ് റവന്യൂ ഗൈഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി? അതുപോലെ തന്നെ റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത് ആരാണ്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ILDM ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. റവന്യൂ ഗൈഡ് ആരാണ് പുറത്തിറക്കുന്നതെന്നാണ്. അപ്പോൾ ആരാണ് പുറത്തിറക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ILDM ആണ് റവന്യൂ ഗൈഡ് പുറത്തിറക്കുന്നത്. ക്ലിയർ ആയ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് റവന്യൂ ഗൈഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തത് നിലവിൽ വന്ന വർഷങ്ങളാണ്. ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇന്ത്യൻ ഫോറിൻ സർവീസ് നിലവിൽ വന്നത് 1946. ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്നത് 1966. ഇന്ത്യൻ എക്കണോമിക് സർവീസ് നിലവിൽ വന്നത് 1961. അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് സർവീസ് അതായത് IPS നിലവിൽ വന്നത് 1948. ക്ലിയർ ആയോ? ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ 39ാം അനുച്ഛേദം അനുസരിച്ച് കേരള ഗവൺമെൻറ് രൂപീകരിച്ച ചട്ടങ്ങൾ. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനി പറയുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ 39ാം അനുച്ഛേദം അനുസരിച്ച് കേരള ഗവൺമെൻറ് രൂപീകരിച്ച ചട്ടങ്ങൾ. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39 പ്രകാരം കേരള ഗവൺമെൻറ് രൂപീകരിച്ച കുറച്ച് ചട്ടങ്ങളുണ്ട്. 3 ചട്ടങ്ങളുണ്ട്. അത് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് പഠിക്കേണ്ടതായിട്ടല്ല, അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിയമം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾ KS ആൻഡ് SSR റൂൾ 1958. കേരള സ്റ്റേറ്റ് എന്നോട് പറയാം. കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് KS ആൻഡ് SSR 1958. അപ്പോൾ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂള് 1958. അതെന്താണെന്ന് നോക്കാം. കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലുമുള്ള ഉദ്യോഗസ്ഥരുടെ നിയമന രീതികൾ, സീനിയോറിറ്റി, പ്രൊബേഷൻ, പ്രമോഷൻ തുടങ്ങിയ ചട്ടങ്ങളാണ് ഇതിൽപ്പെടുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ എക്സാം എഴുതി ജോലിക്ക് കയറുമ്പോഴും എല്ലാം എക്സാം നടത്തുന്നതും കാര്യങ്ങളും എല്ലാം നടത്തുന്നത് ഈ ഒരു റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ എഴുതാൻ പോകുന്ന LDC എക്സാം ആയിക്കോട്ടെ, ഏത് എക്സാം ആയാലും അപ്പോൾ ഒന്നുകൂടെ നടത്തുന്നത് ഈ ഒരു റൂളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കേരളത്തിലെ എല്ലാ വിഭാഗം സർവീസിലും ഉള്ള ഉദ്യോഗസ്ഥരുടെ നിയമന രീതികൾ, സീനിയോറിറ്റി, പ്രൊബേഷൻ, പ്രമോഷൻ തുടങ്ങിയ ചട്ടങ്ങളാണ് ഇതിലിടപെടുന്നത്. അതുപോലെ തന്നെ സർക്കാർ സർവീസിലെ നിയമനങ്ങൾക്കെന്ന പോലെ സർക്കാർ നിയന്ത്രണത്തിലോ ഉടമസ്ഥതയിലോ ഉള്ള യൂണിവേഴ്സിറ്റികൾ, കോർപ്പറേഷനുകൾ, ബോർഡുകൾ എന്നീ സ്വയം ഭരണ സ്ഥാപനങ്ങളുടെ നിയമനങ്ങൾക്കും പൊതുവായ ചട്ടങ്ങൾ ബാധകമായിരിക്കും.
അപ്പം ഈ ഒരു റൂൾ വെച്ച് തന്നെയാണ് നമ്മൾ യൂണിവേഴ്സിറ്റികൾ അതുപോലെ തന്നെ കോർപ്പറേഷൻ ബോർഡുകൾ എന്നീ സ്വയം ഭരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളും നടത്തുന്നത്. അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി LGS ഒക്കെ നമ്മൾ എഴുതിയല്ലേ, ആ യൂണിവേഴ്സിറ്റി LGS, ബെവ്കോ, LDC അതൊക്കെ ഓരോ കോർപ്പറേഷനുകളും കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പോൾ അവിടേക്കുള്ള നിയമനം നടത്തുന്നത് നമ്മുടെ കേരള PSC ആണ്. അപ്പോൾ അങ്ങനെ നിയമനം നടത്താനുള്ള ഇത് വരുന്നത് ഈ ഒരു ചട്ടം അനുസരിച്ചാണ്. ക്ലിയറായി? അതുപോലെ തന്നെ കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. അപ്പോൾ അതുകൂടെ ഓർത്തിരുന്നു, കേരള ജുഡീഷ്യൽ മിനിസ്റ്റീരിയൽ സർവീസ് കേരള സബോർഡിനേറ്റ് സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു. ക്ലിയറായി? അത് ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് കേരള സർവീസ് റൂൾ KSR 1959. അപ്പം ഇതും ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കേരള സർവീസ് റൂൾ KSR റൂൾ 1959. KSR റൂൾ എന്താണ്? കേരള സർവീസ് റൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെ ഒരുമിച്ച് ചേർത്ത് സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഏകീകരിക്കുവാനായി രൂപപ്പെടുത്തിയ ഏകീകൃത ചട്ടങ്ങൾ അടങ്ങിയ നിയമമാണ് കേരള സർവീസ് റൂൾ. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 309 പ്രകാരം തന്നെയാണ് ഈ നിയമവും നിലവിൽ വന്നത്, അപ്പം രൂപപ്പെടുത്തിയത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ആർട്ടിക്കിൾ 309 പ്രകാരം തന്നെയാണ് ഈ നിയമവും രൂപപ്പെടുത്തിയത്. ക്ലിയറായ? അതുപോലെ തന്നെ KSR റൂൾ നിലവിൽ വന്നത് 1959 നവംബർ 1. KSR റൂൾ നിലവിൽ വന്നത് എന്താണ്? 1959 നവംബർ 1. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. 1956 നവംബർ 1 മുതൽ കേരള സംസ്ഥാനത്ത് സർവീസിൽ നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും ഈ നിയമം ബാധകമാണ്. അപ്പോൾ 1956 നവംബർ 1 മുതൽ കേരള സംസ്ഥാന സർവീസിൽ നിയമനം നേടിയ എല്ലാ ഓഫീസർമാർക്കും ഈ നിയമം ബാധകമാണ്. ക്ലിയറായി? അടുത്ത പറയുന്നത് കേരള സിവിൽ സർവീസസ് ചട്ടങ്ങൾ 1960 അതായത് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും. ഈ KSR റൂൾ എന്ന് പറയുമ്പോൾ കേരള സംസ്ഥാനത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ബാധകമാണ്. അതായത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരല്ല, ബാക്കിയുള്ള നമ്മളിപ്പം എക്സാം എഴുതി കയറുന്ന നമ്മൾ നാളെ ഒരു ജോബിന് കയറുവാണെങ്കിൽ, ഗവൺമെൻറ് ജോബിന് കയറുവാണെങ്കിൽ, അതായത് LDC ആയിട്ട് നമ്മൾ കയറുവാണെങ്കിൽ നമുക്ക് KSR റൂൾ ബാധകമാണ്. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അതായത് നിങ്ങൾ ഉദ്യോഗസ്ഥലത്തിൽ എന്തെങ്കിലും വീഴ്ചകളോ അതായത് എന്തെങ്കിലും സസ്പെൻഷനോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ KSR റൂൾ അനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ജസ്റ്റ് ഒന്ന് അറിവിന് വേണ്ടി പറഞ്ഞിരുന്നതാണ്. അടുത്തത് കേരള സിവിൽ സർവീസസ് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങളും 1960. അതായത് കേരള സിവിൽ സർവീസിൻ്റെ വർഗീകരണവും ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകളും പറ്റിയാണ് ഈ ചട്ടങ്ങളിൽ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചട്ടങ്ങൾ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ജീവനക്കാർക്ക് സർവീസിലിരിക്കെ ശിക്ഷാ നടപടികൾക്കും എന്നാൽ അവ പൂർത്തീകരിക്കുന്നതിന് മുമ്പും റിട്ടയർ ചെയ്യപ്പെട്ടവർക്കുമാണ് ബാധകമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് ക്യാഷ്വൽ ജീവനക്കാർ നോട്ടീസ് നൽകാതെ സർവീസിൽ നിന്ന് പരിചയപ്പെടാവുന്നവർ എന്നിവർക്ക് ഈ ചട്ടങ്ങൾ ബാധകമല്ല. ഞാൻ ഒരു മിസ്റ്റേക്ക് പറഞ്ഞിരുന്നു. കേരള സർവീസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കേരള സർവീസ് റൂൾ എന്ന് KSR എന്ന് പറയുമ്പം ഉദ്യോഗസ്ഥരെ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് കാര്യങ്ങൾ എല്ലാം വരുന്നത്, പെൻഷനും കാര്യങ്ങളും ഒക്കെ KSR റൂളിലാണ് വരുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ അവരുടെ ശമ്പളവും പെൻഷനും കാര്യങ്ങളും എല്ലാം കേരള സർവീസ് റൂളിലാണ് വരുന്നത്. കേരള സിവിൽ സർവീസസ് ചട്ടങ്ങൾ 1960 ഇപ്പം നമ്മളിപ്പം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് കുറ്റമോ നടപടികളൊക്കെ ചെയ്യുവാണെങ്കിൽ അവർക്കുള്ള ശിക്ഷകളും കാര്യങ്ങളും സസ്പെൻഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത് കേരള സിവിൽ സർവീസസ് ആണ് ചട്ടങ്ങളിലാണ്. അതായത് തരംതിരിക്കലും നിയന്ത്രണവും അപ്പീലുമാണ് വരുന്നത്. അതായത് കേരള സിവിൽ സർവീസിൻ്റെ വർഗീകരണം, ജീവനക്കാർക്കെതിരെയുള്ള ശിക്ഷാ നടപടികൾക്കെതിരെയുള്ള അപ്പീലുകളെ പറ്റിയുമാണ് ഈ ചട്ടങ്ങളെ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ചട്ടങ്ങൾ സർക്കാർ സർവീസിലിരിക്കുന്ന ജീവനക്കാർക്കും സർവീസിലിരിക്കെ ശിക്ഷാ നടപടികൾ തുടങ്ങുകയും എന്നാൽ അവ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് റിട്ടയർ ചെയ്യപ്പെട്ടവർക്കും ബാധകമാണ് ഈ നിയമം. അതുപോലെ തന്നെ ഈ ഓൾ ഇന്ത്യ സർവീസ് ക്യാഷ്വൽ ജീവനക്കാർ നോട്ടീസ് നൽകാതെ സർവീസിൽ നിന്ന് പിരിച്ചയക്കപ്പെടാവുന്നവർ എന്നിവർക്ക് ഈ ചട്ടം ബാധകമല്ല. അതായത് ക്യാഷ്വൽ ജീവനക്കാരെ അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് കയറുന്നവർക്ക് അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് നമ്മുടെ IAS IPS ഉള്ളവർക്കൊന്നും ഈ നിയമം ബാധകമല്ല എന്ന് പറയുന്നത്. ഈ ചട്ടങ്ങൾ ബാധകമല്ല. IASകാർക്ക് ബാധകമല്ല, IAS സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ചട്ടം ബാധകമല്ല. അതുപോലെ തന്നെ ടെമ്പററി ആയിട്ട് കയറുന്നവർക്ക് ബാധകമല്ല, അങ്ങനെ ഡെയിലി വേജസിൽ കയറുന്നവർക്കും ബാധകമല്ല. അടുത്തത് ഉദ്യോഗസ്ഥ വൃന്ദം. കഴിഞ്ഞ LDCക്ക് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണേ.
അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് എന്താണ്? രാജ്യത്തിൻ്റെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുകയും പൊതുഭരണത്തിന് കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ പ്രീവിയസ് ആയിട്ട് സവിശേഷതകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ ഏതൊക്കെയാണ്? ശ്രേണീപരമായ സംഘാടനം. ശ്രേണീപരമായ ഒന്ന് പറയുന്നത് സവിശേഷതകൾ നമുക്ക് 5 സവിശേഷതകളുണ്ട്. അതിൽ ആദ്യത്തെ സവിശേഷത എന്ന് പറയുന്നത് ശ്രേണീപരമായ സംഘാടനം, അതായത് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. ശ്രേണീപരമായ സംഘാടനം അഥവാ ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ, അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥരും താഴെ തലങ്ങളിലേക്ക് വരുന്നതോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതി നമുക്കറിയാലോ. അങ്ങനെയല്ലേ? നമ്മൾ ചീഫ് സെക്രട്ടറി ഒരാൾ കാണും, അതിൻ്റെ താഴെ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ ഓരോ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുമല്ലേ? അതാണ് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. മുകളിൽ ഒരാൾ കാണത്തുള്ളൂ, മേളിലൊരു ഉദ്യോഗസ്ഥനെ കാണത്തുള്ളൂ, ഉയർന്ന ഉദ്യോഗസ്ഥന് താഴെ 2 ഉദ്യോഗസ്ഥർ, അതിൻ്റെ താഴെ അങ്ങനെ 2, 3, 4 അങ്ങനെ താഴോട്ട് വരുന്നവരും ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടി വരുവാണ്. അപ്പം അതാണ് ഈ ശ്രേണീപരമായ സംഘാടനം, അതായത് ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥനും താഴെ തലങ്ങളിലേക്ക് വരുന്തോറും കൂടുതൽ ഉദ്യോഗസ്ഥരും ഉൾക്കൊള്ളുന്ന രീതിയാണ് ശ്രേണീപരമായ സംഘടന എന്ന് പറയുന്നത്. അടുത്തത് സ്ഥിരതയാണ്. സ്ഥിരത എന്ന പെർമനൻസ്. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ഗവൺമെൻറ് ജോബിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു സ്ഥിരവരുമാനത്തിന് വേണ്ടിയല്ലേ? സ്ഥിരവരുമാനവും ഇന്നൊരു 56-57 വയസ്സ് വരെ നമുക്കൊരു ജോലി ചെയ്യാന്നുള്ള നമ്മുടെ ഭാവി ഒരു സെക്യൂർ ആവുന്നതിന് വേണ്ടിയല്ലേ നമ്മളെല്ലാം ഇതിന് പരീക്ഷ എഴുതുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. സ്ഥിരത. ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെടുന്നവർക്ക് നിശ്ചിത പ്രായം വരെ സേവന കാലാവധി ഉണ്ടായിരിക്കും. അടുത്തത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. അതായത് വിദ്യാഭ്യാസ യോഗ്യത അടിസ്ഥാനമാക്കിയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുകയും നിയമിക്കുകയും ചെയ്യുന്നത്. അത് നമുക്കറിയാം. നമുക്ക് ഓരോ ടെസ്റ്റിനും ഓരോ യോഗ്യതയുണ്ട്. ആ യോഗ്യതയ്ക്ക് അനുസരിച്ചാണ് നിയമനം നടത്തുന്നത്. അതാണ് പറയുന്നത് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. അടുത്തത് രാഷ്ട്രീയ നിഷ്പക്ഷത. അതായത് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കാൻ പാടില്ല. അതായത് അവർ നിഷ്പക്ഷമായിരിക്കണം. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പം ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഇപ്പം ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥനായിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരുടെ മുമ്പിൽ വരുന്ന ജനങ്ങളെ എല്ലാം ഒരുപോലെ കാണണമെന്നാണ് പറയുന്നത്. അതായത് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ നോക്കാതെ നിഷ്പക്ഷമായിട്ട് വേണം ഓരോ നടപടികളും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ. ഉദ്യോഗസ്ഥനായി കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം പുറത്തു പറയാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ചില ചട്ടങ്ങളുണ്ട്. അതായത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് കയറുന്ന ഒരാൾ നിഷ്പക്ഷമായിട്ടിരിക്കണം, നിഷ്പക്ഷമായി പ്രവർത്തിക്കണം, തൻ്റെ മുമ്പിൽ വരുന്നവരെല്ലാവരും ഒരുപോലെ കാണണം എന്നാണ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യമായിട്ട് വരുന്നത്. അപ്പം അവർ നിഷ്പക്ഷരായി പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് വൈദഗ്ധ്യം, അതായത് പ്രൊഫഷണലിസം. ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം. അതായത് ഓരോ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും തങ്ങൾ നിർവഹിക്കേണ്ട തൊഴിലിൽ വൈദഗ്ധ്യമുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പൊതുവായ സവിശേഷതകൾ? എന്താണ്? ശ്രേണീപരമായ സംഘാടനം, അതുപോലെ തന്നെ സ്ഥിരത, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം അതായത് പ്രൊഫഷണലിസം. ഇത്രയാണ് വരുന്നത്. അടുത്തത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിളാണ് വരുന്നത്. അതായത് അനുച്ഛേദം 309 യൂണിയനെയോ സംസ്ഥാനത്തെയോ സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളും. അപ്പോൾ ആർട്ടിക്കിൾ 309 എന്താണ് വരുന്നത്? 309 വരുന്നത് യൂണിയനെയും സംസ്ഥാനത്തെയും സേവിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമനവും സേവന വ്യവസ്ഥകളുമാണ് വരുന്നത്. അടുത്തത് അനുച്ഛേദം 310 എന്താണ്? യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സർവീസിലുള്ള ഉദ്യോഗസ്ഥരുടെ കാലാവധിയാണ് വരുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 311 യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ വരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും ആണ് വരുന്നത്. അതായത് സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്നത് ഈ ആർട്ടിക്കിൾ പ്രകാരമാണ്. അതായത് ഇപ്പം നമ്മളുടെ കേരള സംസ്ഥാനത്തിൽ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന് ഇവിടുത്തെ കേരള സംസ്ഥാന സർക്കാരിന് പിരിച്ചുവിടാൻ സാധിക്കുന്നതല്ല. ഒരു സർക്കാരിനും പിരിച്ചുവിടാൻ സാധിക്കുന്നതല്ല. അതായത് യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെ കീഴിൽ വരുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടലും നീക്കം ചെയ്യലും തരം താഴ്ത്തലും സാധിക്കുന്നതല്ല. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 311 എന്ന് പറയുന്നത്. അതായത് അനുച്ഛേദം 312, അതായത് ആർട്ടിക്കിൾ 312 എന്ന് പറയുന്നത് അഖിലേന്ത്യാ സർവീസുകളെ പറ്റിയാണ് പറയുന്നത്. അനുച്ഛേദം 315 എന്താണ് പറയുന്നത്? യൂണിയനും സംസ്ഥാനങ്ങൾക്കും വേണ്ടിയുള്ള പബ്ലിക് സർവീസ് കമ്മീഷനുകളെ കുറിച്ചാണ് പറയുന്നത്. അനുച്ഛേദം 316 എന്താണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം കാലാവധിയും കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ
അനുച്ഛേദം 317 ആർട്ടിക്കിൾ 317 എന്താണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗത്തെ നീക്കം ചെയ്യലും സസ്പെൻഡ് ചെയ്യലും സംബന്ധിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ അനുച്ഛേദം 318 എന്താണ് പറയുന്നത്? കമ്മീഷൻ്റെ അംഗങ്ങളുടെയും കമ്മീഷൻ്റെ അംഗങ്ങളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും സേവന വ്യവസ്ഥകളെക്കുറിച്ചും റെഗുലേഷനുകൾ ഉണ്ടാക്കുവാനുള്ള അധികാരത്തെക്കുറിച്ചും പറയുന്നു. ആർട്ടിക്കിൾ 319 എന്താണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റ് ഉദ്യോഗങ്ങൾക്ക് വഹിക്കുന്നതിനുള്ള നിരോധനം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ആർട്ടിക്കിൾ 319 എന്താണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങൾ അവരുടെ കാലാവധി അവസാനിക്കുമ്പോൾ മറ്റ് ഉദ്യോഗങ്ങൾ വഹിക്കുന്നതിനുള്ള നിരോധനത്തെക്കുറിച്ചാണ് ആർട്ടിക്കിൾ 319 പറയുന്നത്. ആർട്ടിക്കിൾ 320 എന്താണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻ ചുമതലകൾ. ആർട്ടിക്കിൾ 322 പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചിലവുകളെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 323 എന്താണ് പറയുന്നത്? പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഇത്തരം ആർട്ടിക്കിളാണ് നമുക്ക് ഉദ്യോഗസ്ഥ വൃന്ദവുമായി ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ അഥവാ ആർട്ടിക്കിളായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ സംസ്ഥാന സർവീസുകളുമായിട്ട് ബന്ധപ്പെട്ട സിവിക്സിലെ, അതായത് കേരള ഭരണവും ഭരണരംഗത്തിലെ ടോപ്പിക്കിലെ ക്ലാസ്സസ് വരുന്നത്. മാക്സിമം പോയിൻറ്റ്സ് നമ്മളെടുത്താണ്, സംസ്ഥാന സർവീസുമായിട്ട് ബന്ധപ്പെട്ട മാക്സിമം പോയിൻറ്റ്സ് എടുത്താണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ടോപ്പിക്കിൽ ഇനി അത് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ സിലബസ് അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സസ് നമ്മൾ ഇടുന്നതാണ്. അപ്പം നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് മാക്സിമം പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്, നമ്മൾ ഈ എടുത്ത ക്ലാസ്സിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ നോട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ വളരെ ഷോർട്ടായിട്ടാണ് ഈ നോട്ട് തയ്യാറാക്കിയത്. ആ നോട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കറണ്ട് അഫെയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്ലാസ്സസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 20 മാർക്കാണ് LDC എക്സാമിന് വരുന്നത് കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട്. അത് നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ക്ലാസ്സസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അതും നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. മാക്സിമം അതുകൂടെ നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുതിയൊരു ക്ലാസ്, അതായത് കേരള സിവിക്സ്, അതായത് കേരള ഭരണരംഗവുമായിട്ടുള്ള പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഇരിക്കുക. താങ്ക് യു ഓൾ.